എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദേവശിവപ്രസാദ്. കുറേ ദിവസം കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഓൺ വോയിസ് വരാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡയപ്പർ മാറ്റിയിരിക്കുന്നു കൂട്ടുകാരെ. എന്തുകൊണ്ടാ മാറ്റിയത്? അപ്പൊ ടെഡി എന്തായി? അതെ, ഞാൻ കുട്ടികളിലെ ഡയപ്പർ റാഷസിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഈ റാഷസ് വരേണ്ട മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മോഷണോ യൂറിനോ പോയതിന് ശേഷം കൂടുതൽ 2, 3, 4 മണിക്കൂർ കുട്ടി അതിൽ തന്നെ യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 100% ഡയപ്പർ റാഷസ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കൂടുതലും കുട്ടികൾക്ക് മോഷൻ പോയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിലെങ്കിലും ആ ഡയപ്പർ ഉടനെ മാറ്റാൻ നോക്കണം. യൂറിൻ പിന്നെയും പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ന്യൂ ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യം എന്ന് പറയാം, അവൾ ഒരു ദിവസം അത് ജനിച്ചതിന് ശേഷം ഒരു ദിവസം ഏകദേശം ഒരു 10-15 തവണ, എനിക്ക് ഓൾമോസ്റ്റ് അതിൽ കൂടുതലോ അത് കുറവുള്ള കുട്ടികളും കാണും, അത്രയെങ്കിലും അവൾ യൂറിൻ പോകുമായിരുന്നു. അതേപോലെ തന്നെ ഏകദേശം ഒരു 3-4 തവണയെങ്കിലും അവൾക്ക് മോഷണം പോകുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് കുട്ടികൾക്ക് നമ്മൾ പാമ്പേഴ്സും അല്ലെങ്കിൽ ഡയപ്പർ മാറ്റി കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് റാഷസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ബ്രാൻഡ് ബേസ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് റാഷസ് വരുന്നതും വരാത്തതും എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെയല്ല, നിങ്ങൾ അതിന് തെറ്റിദ്ധാരണയാണ്. ഏകദേശം ഒരു 99% നമ്മളുടെ ബേസിക് ഹൈജീൻ കൊണ്ടിട്ട് തന്നെ ആയിരിക്കും റാഷസ് വരുന്നത് വരാത്തതും. അപ്പോൾ ബാക്കി 1% മാത്രമായിരിക്കും ചിലപ്പം ചില ഡയപ്പറിൻ്റെ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടും ചിലപ്പോൾ 1% അതിൽ വരാൻ ചാൻസസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും എൻ്റെ കുഞ്ഞിന് എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത്. എൻ്റെ മോളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവൾ യൂറിൻ പാസ് ചെയ്ത് യൂറിൻ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഞാൻ ആദ്യം മോൾക്ക് പാമ്പേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനത് മാറ്റി മാമി പൊക്കോയിലോട്ട് മാറിയതിൻ്റെ കാരണം പാമ്പേഴ്സിന് കുറച്ച് ജെല്ല് അധികം കൂടുതലാണ്. കാരണം ഒരു 1-2 യൂറിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പേഴ്സിൻ്റെ ആ ഭാഗം ഇങ്ങനെ വീർത്ത് വരും. ജെല്ല് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പോലെ പെട്ടെന്ന് നിറഞ്ഞോ എന്നുള്ള ഒരു 1-2 യൂറിൻ പോകുമ്പോൾ തന്നെ നമുക്ക് നിറഞ്ഞ പോലെ ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാമി പൊക്കോയിലോട്ട് മാറ്റിയത്. സ്റ്റിൽ ഇപ്പം ഈ മോക്ക് 1 വയസ്സ് 3 മാസം ആവാറായി. ആ സമയം വരെ ഞാൻ അവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമിപ്പോക്ക പാൻസാണ്. മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മമ്മിപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റാഷസ് വരാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷേ എൻ്റെ മോൾക്ക് ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ റാഷസ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബേസിക് ഹൈജീൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റാഷസ് വരുന്നതും വരാത്തതും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അമ്മയോ അച്ഛനോ ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുട്ടികൾ അതായത് ന്യൂ ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുട്ടി ഡയപ്പർ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവർ യൂറിൻ പോയി ഒരു കൂടിപ്പോയി ഒരു 5, 6, 7 മൂത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയപ്പർ മാറ്റാം ആദ്യത്തെ ടൈമിലൊക്കെ ജനിച്ച സമയത്ത്. പക്ഷെ മോഷൻ പോയി ആ സ്പോട്ടിൽ തന്നെ കുട്ടിക്ക് ഡയപ്പർ മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇളം ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല ഇളം ചൂടുവെള്ളം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ തന്നെ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. അവരുടെ ശരീരമായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് തന്നെയാണ് നല്ലത്. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം സോപ്പൊന്നും ഇടണ്ട, സാധാ പോലെ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക മാത്രം ചെയ്യുക. ചെയ്തതിന് ശേഷം അവിടെയും നമുക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അവിടെ നമ്മൾ വൈപ്സ് യൂസ് ചെയ്യരുത്. സോറി കേട്ടോ, വൈപ്സ് യൂസ് ചെയ്യാതെ ചെറിയ നമ്മൾ കോട്ടൺ തുണികൾ വെച്ചിട്ട് ഒന്ന് ഉപ്പിയെടുത്ത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം റാഷ് ക്രീം ഉപയോഗിക്കുക. റാഷ് ക്രീം മസ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെയും ഡയപ്പറിൻ്റെയും ഇടയ്ക്ക് ഒരു ബാരിയർ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാഷ് ക്രീം ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് അവർ അഡ്ജസ്റ്റ് ആവാനും നമ്മുടെ പുതപ്പായും ഡ്രസ്സായെന്നുണ്ടെങ്കിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം വരെ നമ്മൾ റാഷ് ക്രീം യൂസ് ചെയ്യണം. അപ്പോൾ അത് ആ റാഷ് ക്രീം നമ്മുടെ ഡയപ്പറുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് കൂടുതൽ നമ്മൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു പെയിനോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റാഷസ് ഒക്കെ വരുന്നത് കൂടുതൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാഷ് ക്രീം ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ആ ഭാഗത്തുനിന്ന് റാഷ് ക്രീം ഒന്നൊക്കെ വാരി പൊത്തി കൊടുക്കേണ്ട ചെറിയ മയം പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുക. അതേപോലെ കുഞ്ഞ് യൂറിനോ മോഷണോ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റുക. അപ്പോൾ എല്ലാവരും പറയും അയ്യോ അതൊരു ശീലമാക്കണ്ട. പക്ഷെ അങ്ങനെ ശീലമാക്കണം. നമ്മുടെ കുഞ്ഞിന് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ തന്നെ നോക്കണം. അപ്പം എന്താ പറയുക അപ്പോൾ അതേപോലെ കുട്ടികളെ നമ്മൾ മുമ്പോട്ട് നമ്മൾ ബേസിക് ഹൈജീനൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100% നമുക്ക് റാഷസ് വരാൻ നോക്കാം. 1 വയസ്സിന് മേളിലുള്ള കുട്ടികളുടെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതൽ അവരെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും 2-3 മണിക്കൂറെങ്കിലും അവർക്ക് ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കുക. അവർക്ക് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് അവരുടെ സ്കിന്നൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അതിനോട് ടൈം കൊടുക്കുക. അപ്പോൾ അത് കൂടുതലും നമ്മുടെ റാഷസ് നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ
സാധിക്കും. അല്ലാതെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഈ ഡയപ്പറിൻ്റെ ബ്രാൻഡ് ബേസ് ചെയ്തിട്ട് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കാണില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.